മോനെ ഉണ്ണിക്കുട്ടാ, മുത്തച്ഛന്റെ പടം വരച്ചു കഴിഞ്ഞോടാ? ആ തീർന്നു. ഞാൻ ഇനി കളർ പഠിക്കാനും ഉണ്ട്. കളറൊക്കെ പിന്നെ അടിക്കാം, മുത്തച്ഛനൊന്ന് നോക്കട്ടെ ഇതൊന്നും. ഇപ്പൊ കാണിക്കാവേ. കണ്ണടക്കി. ഇതെന്നടാ കുട്ടൂസനാ മുത്തച്ഛന് പകരം? അപ്പൂപ്പന്റെ മുഖം ഇതുപോലല്ലയോ, പിന്നെ ഞാനങ്ങനെ പഠിക്കാനോ? നീ ഒന്ന് പോയടാ ഇവിടുന്ന്. നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അടിക്കും നിന്നെ കേട്ടാ. സോറി അപ്പൂപ്പ. കൈവിട അപ്പൂപ്പ. അമ്മേ, അപ്പൂപ്പൻ കൈവിടുന്നില്ല. അമ്മേ, എന്താ എന്താ ഇവിടെ പ്രശ്നം? ഈ ചെക്കൻ നീ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്? ഇതെല്ലാം ഇവിടെ നേരത്തെ വെച്ചേക്കണോ? എന്തൊരു ബഹളമാ ഇവിടെ. പെരക്കകത്തേക്കുമ്പോ ഇവിടുത്തെ ബഹളം കേൾക്കല്ലേ? കണ്ടില്ലേ? എന്റെ ദൈവമേ, എന്റെ പൊന്നു മോനെ, അച്ഛനോ ബോധമില്ല, നിനക്ക് ബോധമില്ലയോ? മുത്തച്ഛന് പക്ഷാഘാതം വന്നിട്ട് പിന്നെ ഈ കൈക്ക് പ്രശ്നമാണെന്ന് നിനക്ക് അറിയത്തില്ലയോ? കോച്ച് പിടിക്കും. ഇനി ചൂട് വെച്ചാലേ അത് മാറത്തുള്ളൂ. വേണ്ട, നിന്റെ സ്വഭാവത്തിന് നീ അവിടെ നിക്കണം. ചെയ്യാനാന്ന് പറയും. ഈ അച്ഛനാണെങ്കി കൊച്ചു പിള്ളേരെ കാട്ടി കഷ്ടമാ. പിന്നെ എനിക്ക് കളിക്കാൻ നീ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് തരുമോ? ഈ കൈയുടെ കോച്ച് വരേണ്ടത് ചേട്ടാ. ചെറുക്കം വരും മിണ്ടിയാലുണ്ടല്ലോ, ഞാൻ തനി സ്വഭാവം ഞാൻ എടുക്കും. ഇവിടെ നിന്ന് കറങ്ങുവാന്നോ? ബ്രോക്കർ ഇപ്പൊ ചെറുക്കനുമായിട്ട് ഇങ്ങനെ വരത്തില്ലയോ? ആ പെണ്ണ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറി കാണത്തില്ല. അവളോട് പറ കല്യാണം ഇന്നലെ മതി ഒരുങ്ങിയതെന്ന്. ഞാൻ പോയി പറയാം. പിന്നെ ലിപ്സ്റ്റിക് ഉണ്ടോ? ചുമപ്പ് മതിയോ? മതി മതി മതി. കല്യാണം അല്ലാട്ടാ. എന്നാണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം മോനെ. ദൈവമേ, എന്തോരം കാലായില്ലേ കണ്ടിട്ട്? അതെ, ഒരുപാട് കാലമായി കണ്ടിട്ട്. കൈക്കിപ്പോ എങ്ങനെയുണ്ട്? ഓ എന്റെ പൊന്നു മോനെ, പക്ഷാഘാതം വന്ന പിന്നെ ഈ കൈക്ക് ഒരു കോച്ച് പിടുത്താ. ഇനിയിപ്പൊ ഇത് എന്റെ മരണം കൊണ്ട് ഇത് പോകുള്ളൂന്നാ തോന്നണ എനിക്ക്. അങ്ങനെയൊന്നുമില്ല, മരുന്ന് കഴിച്ച മാറാത്ത അസുഖം ഉണ്ടോ? അപ്പൊ അതൊക്കെ പോട്ടെ. നിന്റെ അസുഖം എങ്ങനെയുണ്ട്? എന്റെ ദിവാരൻ ചേട്ടാ ഒന്നും പറയണ്ട. ഒന്ന് പിടിച്ചേ, ഞാനൊന്ന് എണീക്കട്ടെ. എന്നിട്ടോ എന്റെ കുഴപ്പം എന്നാന്നറിയോ? നമ്മുടെ ആ പാറയിലെ ചെറുക്കൻ കുണ്ടി പൊങ്ങണ ഒരു വണ്ടി കൊണ്ട് വന്നിട്ട് ഒറ്റ ഇടിയാ. കുണ്ടി പൊങ്ങണ വണ്ടിയോ? ഇപ്പോഴത്തെ പിള്ളേര് കൊണ്ട് നടക്കണ ബൈക്കില്ലേ, അത് ഇടി കിട്ടിയ പിന്നെ എന്റെ പൊന്നു ചേട്ടാ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്നാ? നമ്മൾ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു തുമ്മൽ വരും. തുമ്മി കഴിഞ്ഞു ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മാറിയിട്ട് വേറെ വിഷയങ്ങൾ കയറി വരുമോ? എന്റെ പൊന്നെ, അത് വല്ലാത്തൊരു അസുഖ. അതെ, പ്രായമായി വന്നോണ്ടിരിക്ക. ഈ വീട്ടിൽ എന്റെ എറണംകെട്ടനോട് ഞാൻ പറഞ്ഞതാ, എനിക്കൊരു ഹോം നേഴ്സിനെ കൊണ്ടുനാട്ടെ. അവൻ കണ്ണാമയം കേട്ടൊരു പരിപാടി ഇല്ലാത്ത അവന്റെ. അയ്യോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ചപ്പാടനാക്കണേ? ഞാനൊരു ബ്രോക്കറല്ലേ, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ കൊണ്ടുത്തരികയല്ലേ. ഡിമാൻഡ് എന്നാന്ന് പറ. എടാ, മുട്ടിനിറക്കം വരെ മുടി വേണം. അതേപോലെ തന്നെ നല്ല ആഹാര വടിവ് വേണം. അതേപോലെ നടക്കുമ്പോ അന്നനട ആയിരിക്കണം, സംസാരിക്കുമ്പോ കിളിക്കൊഞ്ചിലും ആയിരിക്കണം. എന്നാലേ എനിക്കൊരു ആശ്വാസം ആവുള്ളൂ. ആശ്വാസമല്ല, ആസ്വാദനമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പറ്റിയൊരു പെങ്കൊച്ചുണ്ട്, ഞാൻ കൊണ്ടുവരട്ടെ. അതാരാ? ഡിസ്കോ ശാന്തി വേണോ? നീ വിചാരിച്ചാ നടക്കുവോ? ഞാൻ വല്ല വർത്താനം പറഞ്ഞാണല്ലോ. ഞാൻ എന്നാ വന്നേന്നറിയോ? നമ്മുടെ ശ്രുതിക്കൊച്ചിനൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആണോ? ആ ചെറുക്കനെ കൊണ്ട് വന്നല്ലേ ചേട്ടാ. എങ്ങനെയുണ്ടാ അവന്റെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ? പൊന്നു ചേട്ടാ, ചെറുക്കനെ പറ്റി പറഞ്ഞാല് നല്ല ഒന്നാന്തര എഞ്ചിൻ കണ്ടീഷൻ. ഈറൊക്കെ പഴം പോലെ അങ്ങ് മാറും. ഇടയ്ക്കൊന്ന് ഓയിൽ മാറി കഴിഞ്ഞാണ്ടല്ലോ 1,00,000 കിലോമീറ്റർ ഓടാൻ ഒരു ആക്ഷേപവും. നീ എന്റെ കൊച്ചുമോക്ക് പെണ്ണാണം വന്നാണോ അതോടെ വണ്ടി കച്ചവടത്തിന് വന്നാണോ? നീ ആ ചെറുക്കൻ വന്നിട്ടുണ്ടോ? ഞാനിപ്പോ തുമ്മിയായിരുന്നോ? തുമ്മിയായിരുന്നു. ഇതാ കുഴപ്പം. ഇതാ തുമ്മി കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ മാറി പോവാന്ന്. അതാണ് നിന്റെ കുഴപ്പം. ചെറുക്കൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചോണ്ട് വരാം. വിടിയേട്ടാ, സ്വന്തമായിട്ട് വിടണമെന്നുണ്ട് മോനെ, പക്ഷെ കൈ സമ്മതിക്കണ്ടേ? ചേട്ടാ വിട്ടാലേ എനിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. നിന്റെ കയ്യേല് ഞാൻ കയറി പിടിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന്. താനോടുത്ത് ചൂട് വെക്കാം, എന്നാലേ വിടുള്ളൂ. ചൂട് വെച്ചാലേ വിടുവുള്ളൂ. ഇത് എന്നൊക്കെ അസുഖം. ബാക്കിയുള്ളതിന്റെ കാര്യം പറഞ്ഞ അയാ എന്റെ ദൈവമേ. ഇതാ നമ്മുടെ ചെറുക്കൻ. ഇവന്റെ മൂത്ത നല്ല മൂപ്പ അല്ല, നിന്റെ മൂത്തവനെ ഞാൻ അറിയൂന്ന പറഞ്ഞേ. അറിയൂന്ന്? അറിയാം. രാജേട്ടൻ, നീ ഇത് എന്നാ കാണിക്കുവാണ്? അല്ല, ഇന്നലെ വാർക്കപ്പണിക്ക് അവന്റെ സിനിമ തിരുപ്പുണ്ട്, അത് തൂത്ത് കളഞ്ഞാ. ഇന്നെങ്കിലും ഒന്ന് കുളിച്ചിട്ട് വരാൻ പാടില്ല. ഞാൻ കുളിച്ചാണ്.